മാസിഡോണിയയിലെ പ്രഗത്ഭനായ ഭരണാധിപനായിരുന്നു ഫിലിപ്പ് രാജാവ്. കുതിരകളും കുതിരസവാരിയും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരമായിരുന്നു. കുതിരകളോടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ആ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഒരു ദിവസം സുന്ദരനായ ഒരു കുതിരയെയും പായിച്ചുകൊണ്ട് ഒരാൾ കൊട്ടാരമുറ്റത്തെത്തി. അയാൾ രാജാവിനോട് പറഞ്ഞു, തിരുമേനി, ഇതൊരു ലക്ഷണമൊത്ത കുതിരയാണ്. അങ്ങ് ഇതിനെ എടുത്തോളൂ. അങ്ങേക്കിവൻ വലിയ മുതൽക്കൂട്ടായി മാറും. ഫിലിപ്പ് രാജാവ് നോക്കിയപ്പോൾ നല്ല ലക്ഷണമൊത്ത കുതിര. രാജാവ് ഉടനെ തൻ്റെ പടനായകനായ ഡാന്യൂസിനെ വിളിച്ചു പറഞ്ഞു, താങ്കൾ ഈ കുതിരയെ ഒന്ന് ഓടിച്ചു നോക്കൂ. സവാരിക്ക് ഇണങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് വില കൊടുത്തും വാങ്ങാം. രാജാവിൻ്റെ ആജ്ഞ കേട്ട ഉടനെ ഡാന്യൂസ് കുതിരപ്പുറത്ത് ചാടിക്കയറി. ആ നിമിഷം തന്നെ കുതിര ബഹളം വെച്ച് ഡാന്യൂസിനെ തട്ടി താഴെയിട്ടു. ഡാന്യൂസ് പറഞ്ഞു, തിരുമേനി, ഈ കുതിര കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നു. ശരിയാകുമെന്ന് തോന്നുന്നില്ല. രാജാവ് അടുത്തുനിന്ന മറ്റൊരു പടയാളിയെ വിളിച്ചു. അയാളും കുതിരപ്പുറത്ത് കയറിയെങ്കിലും കുതിരയെ ഓടിക്കാനായില്ല. 4 പേർ കുതിരയെ ഓടിക്കാൻ പരാജയപ്പെട്ടപ്പോൾ രാജാവ് കുതിരക്കാരനോട് പറഞ്ഞു, ഇവൻ മെരുങ്ങുമെന്ന് തോന്നുന്നില്ല, അതിനാൽ ഇവനെ കൊണ്ടുപോയിക്കൊള്ളൂ. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ഫിലിപ്പ് രാജാവിൻ്റെ മകൻ അലക്സാണ്ടർ രാജകുമാരൻ ഈ സമയം അവിടേക്ക് കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, കുതിരയെ തിരിച്ചയക്കാൻ വരട്ടെ, ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. ഭയത്തോടെയാണെങ്കിലും കുതിരയെ ഓടിക്കാൻ രാജാവ് മകനെ അനുവദിച്ചു. സ്വന്തം നിഴൽ കണ്ടിട്ടാണ് കുതിര പേടിച്ച് ബഹളം വയ്ക്കുന്നത് എന്ന് അലക്സാണ്ടർ രാജകുമാരൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. കുതിരയുടെ അടുത്തെത്തിയ അലക്സാണ്ടർ അതിനെ സൂര്യനെ നേരെ തിരിച്ചു നിർത്തി. പിന്നെ വാത്സല്യപൂർവ്വം തലോടി. അതിനുശേഷം കുതിരപ്പുറത്ത് കയറി. അലക്സാണ്ടർ കുതിരയെ വളരെ നന്നായി ഓടിച്ചു. അങ്ങനെ അലക്സാണ്ടർ രാജകുമാരൻ കുതിരയെ എളുപ്പത്തിൽ മെരുക്കിയെടുത്തു. സുഹൃത്തെ, ഏതാണ്ട് ഈ കുതിരയെപ്പോലെയാണ് പലപ്പോഴും നമ്മൾ. നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് വികാരങ്ങളായ വിദ്വേഷം, വെറുപ്പ്, നിരാശ, അപകർഷത, കുറ്റബോധം തുടങ്ങിയ നിഴലുകൾ കൊണ്ടാണ് നാം പലപ്പോഴും കരയുന്നതും ബഹളം വയ്ക്കുന്നതും ഒന്നിനും ഇണങ്ങാത്തതും. ജീവിക്കുന്ന ഇടങ്ങളിൽ ഇണക്കമുള്ളവരായി മാറാം.